നമസ്തേ ഡോക്ടറെ. നമസ്തേ. നമ്മൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ തെറാപ്പികളിൽ കംപ്ലീറ്റ് ആവാറില്ല, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാറില്ല. എന്തായിരിക്കും അതിനുള്ളൊരു കാരണം? കാരണം അതിൽ കണ്ടിട്ടുള്ളതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പം ഡോക്ടർ പറഞ്ഞു, എക്സ്പെക്റ്റേഷൻ. ഈ പേരൻസ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പലപ്പോഴും ഈ ചെയ്യുന്ന പ്രൊഫഷണൽസിന് അറിവുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയമായിട്ടുള്ളത്. കാരണം ഇപ്പം നമ്മൾ പേരൻസുമായിട്ടും പ്രൊഫഷണൽസുമായിട്ടും ഡിസ്കസ് ചെയ്യുമ്പം പ്രൊഫഷണൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറയുന്ന ഒരു കുട്ടിക്ക്, ഫോർ എക്സാമ്പിൾ സ്പീച്ച് തെറാപ്പിയാണ് ഡിലേ എങ്കിൽ പേരൻസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സ്പീച്ച് തെറാപ്പി കൊടുക്കുക, സ്പീച്ച് വരിക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവരുമായിട്ട് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ആ കുട്ടി ആദ്യം അതിൻ്റെ സെൻസറി ഇഷ്യൂസൊക്കെ ഒന്ന് കുറഞ്ഞെങ്കിലേ സ്പീച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു എന്താ പറയുക, കണക്ഷൻ പേരൻസിൻ്റെ നീഡും എന്താണ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ഉള്ളൊരു കണക്ഷനാണ് സത്യത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട്. ഇപ്പം നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്താ വെച്ചാൽ, എല്ലാ മാസവും ഒരു 25-ാം തീയതിയോട് കൂടി നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ആ മാസം എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടോ, അവരുടെ മെയിൻ കൺസേൺ എന്തൊക്കെയാണ്, ഇതാണല്ലോ അൾട്ടിമേറ്റ്ലി ഒരു പേരൻറ്റിന് അറിയേണ്ടത്. കാരണം അതിൽ പോസിറ്റീവ് എന്താ വെച്ചാൽ പല കാര്യങ്ങൾ കൊണ്ട് പോസിറ്റീവ് ഉണ്ടാവാം, നമുക്കത് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് നെഗറ്റീവ്സാണ്. ഈ നെഗറ്റീവ്സിന് ഒരുപാട് കാരണങ്ങളുണ്ട്, തെറാപ്പി മാത്രം ആവണമെന്നില്ല. ഇപ്പം പലപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിക്ക് ഈ വെളുത്ത വാവ്, കറുത്ത വാവ്, അഷ്ടമി, ചതുർത്ഥി ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട്, കാരണം ആ ഒരു വേലിയേറ്റം കുട്ടികളെ നന്നായിട്ട് ബാധിക്കും. കുട്ടി കുറച്ചുകൂടെ റെസ്റ്റ്ലെസ് ആവും. ചില ആഹാരങ്ങൾ കുട്ടിക്ക് ഹൈപ്പറാക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, കുട്ടിയുടെ അല്ലാതെയുള്ള ബിഹേവിയർ. ഞാൻ പറഞ്ഞത് ഒട്ടനവധി കാര്യങ്ങൾ കുട്ടികൾക്ക് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടാവാൻ കാരണമുണ്ട്. പക്ഷേ ഇതൊന്ന് എഴുതിയെങ്കിലേ നമുക്കിത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെഗറ്റീവ്സ് അറിയണം, 3 കൺസേൺസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, എനിക്ക് വേണ്ടത് ഇതാണ്. ഈ ഒരു പേപ്പർ, ഒരു A4 ഷീറ്റിൽ ഒരു പേരൻ്റ് എഴുതി കിട്ടുമ്പോൾ ഇത് വെച്ചിട്ടാണ് സത്യത്തിൽ ഞങ്ങളൊരു IDDS, അതായത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ ഡിസ്കഷൻ സെഷൻ എന്ന് പറയും. അത് പല സെൻറ്റേഴ്സിലും നടക്കാറില്ല എന്നുള്ളതാണ്. അതായത് ഈ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ സ്പീച്ച് തെറാപ്പിയും ബിഹേവിയറും ഒക്യുപ്പേഷനും സെൻസറിയും സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇൻക്ലൂഷൻ എത്രമാത്രം നടക്കുന്നുണ്ടെന്നറിയണം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പം ഉലുവയും മല്ലിയും ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സാമ്പാറാവില്ല. ഇത് വേണ്ട വിധത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് സാമ്പാറിന് വിളിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്രൊഫഷണൽസിൻ്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും എടുക്കുന്ന ഗോൾ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഈ IDDS എന്ന് പറയുന്നത്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ ഡിസ്കഷൻ. ഈ ഡിസ്കഷനിലാണ് സത്യത്തിൽ നമ്മുടെ റിഹാബിലിറ്റേഷൻ ഓഫീസറും മെഡിക്കൽ ഓഫീസറും പേരൻസിൻ്റെ കൺസേണും കൂടെ വയ്ക്കും. അവർക്ക് കൺസേൺ ഇതാണ്. അപ്പോഴായിരിക്കും ചിലപ്പോൾ സെൻസറി ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പ്രൊഫഷണൽ പറയുക, അവനെ ആദ്യം നമുക്ക് സെൻസറിയിൽ വർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് പോവാം. ഇത് പ്രോപ്പറായിട്ട് പേരൻസിന് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇപ്പോൾ ഒരു ഈവൻ ഡോക്ടേഴ്സ് പോലും ചെയ്യുന്നത് സ്പീച്ച് ഡിലേ എന്ന് കണ്ടാൽ സ്പീച്ച് തെറാപ്പിക്ക് വിടുക ചെയ്യുക. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. അപ്പം എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ബിഹേവിയർ ഇഷ്യൂ ഉണ്ട്, ബിഹേവിയർ തെറാപ്പി കൊടുത്താൽ മതി എന്നാവും. ചിലപ്പോൾ അവിടെയും ചിലപ്പോൾ OT ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. ഇത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ IDDS എന്നിട്ട് ഉദ്ദേശം. അപ്പോൾ ചിലപ്പോൾ പേരൻസിൻ്റെ കൺസേൺ ഈ പ്രൊഫഷണൽസ് അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം പേരൻസിന്. ഞങ്ങൾ അടുത്ത 3 മാസം ഇന്നതിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേണിലേക്ക് വരാം എന്ന് പറയണ പോലെ. ഇപ്പോൾ നമ്മളൊരു മെഡിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കീമോതെറാപ്പി കൊടുക്കേണ്ട ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രിപ്പറേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഡോക്ടേഴ്സ് പറയില്ല ആദ്യം ഇൻഫെക്ഷൻ കുറയട്ടെ എന്നിട്ട് ചെയ്യാം. ഇത് ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും തോന്നുക, ഓ ഞാൻ പോയത് ഇന്ന ട്രീറ്റ്മെൻറ്റാണ്, അവർ വേറെ എന്തൊക്കെയോ മരുന്ന് തരുന്നതെന്ന് പറയൂലേ. എന്ന് പറഞ്ഞ പോലെ ഇതൊരു മെഡിക്കൽ കണ്ടീഷനായിട്ട് തന്നെ എടുത്ത് പ്രോപ്പറായിട്ട് ഇവരുടെ കൺസേൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നില്ല, ഇതെപ്പോൾ അറ്റൻഡ് ചെയ്യും, ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ IDDS എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലിരിക്കണം. 3rd ലെവൽ RO അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഈ IDDSൽ നടന്ന കാര്യങ്ങൾ പേരൻറ്റുമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓക്കെ, അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി, അവർ കുറച്ചുകൂടി ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഈ എക്സ്പെക്റ്റേഷൻ എവിടെ വരെ ഉണ്ടെന്നുള്ളതാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ എക്സ്പെക്റ്റേഷൻ ഹൈ ആയിട്ട് വെക്കണു, കിട്ടണത് കുറച്ചാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ബട്ട് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആണെന്നുള്ളത് എല്ലാ പേരൻറ്റും മനസ്സിലാക്കുക.
അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു ബ്രോഡ് മൈൻഡ് സെറ്റ് നമ്മുടെ പ്രൊഫഷണൽസും കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേക മാർഗ്ഗം.